ട്രംപിനെ കൊല്ലുമെന്ന് ഇറാൻ അല്ലേ? ആ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഭയങ്കര കോമഡിയാണ്. ആളുകളെ സംബന്ധിച്ച പേടിയാണ്. എന്താ പറയുക, ഇപ്പം അമേരിക്കയിൽ വേറെ രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു വിമാനത്തിലാണ് പോവുക. അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വേറെ വിമാനത്തിൽ. ആളുകളെ സംബന്ധിച്ച് ഭയങ്കര പേടിയാണ്. മരിക്കോ, ഇറാൻ ഞങ്ങൾ കൊല്ലും. ഇറാനെ സംബന്ധിച്ചോ പറഞ്ഞാൽ ഇറാൻ ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട് ആ സംഗതി ഇറാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇറാന് പേടിക്കുന്നത്. ഇറാൻ എന്ന രാജ്യത്തെയും ഇറാന്റെ ഭരണാധികാരിയെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പേടിക്കാൻ കാരണം. അതുപോലെ തന്നെ ഇറാനെ സംബന്ധിച്ചോളം ഏത് വിമാനത്തെയും തകർക്കാൻ കഴിവുള്ള മിസൈലുകൾ, ഡ്രോണുകൾ ഇറാന്റെ പക്കലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്ന് മനസ്സിലാവും. അതേപോലെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ കാര്യം എന്താ അറിയോ, ഞാൻ ഭരിച്ചാൽ നിങ്ങൾക്ക് എന്നെ മിസ്സാവും എന്നുള്ള കാര്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. ആർക്കും മിസ്സാവുന്നില്ല, മനസ്സിലായില്ലേ? വാളെടുത്താൽ വാളാൻ നിരപരാധികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്ന ഒരു ആളാണ് ട്രംപ് എന്ന. അതുപോലെ വേറൊരു ചങ്ങായിണ്ട് നെഹന്യാവും അല്ലേ? ലോകത്ത് പല ആൾക്കാർ നിരപരാധികളായിട്ടുള്ള പാവപ്പെട്ട കുട്ടികളെയും ആൾക്കാരെ കൊന്നൊടുക്കിയ, അതിൽ ആനന്ദം കണ്ടെത്തിയ, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു രാജ്യമാണ് ഇസ്രായേലും അമേരിക്കയും. അത് നഗ്നമായ സത്യം മാത്രമാണ്. ആ ഒരു രീതിയിൽ ഇറാനെ സംബന്ധിച്ചോളം എന്താ മനസ്സിലാക്കുന്ന കാര്യം, ലോകത്ത് മരിക്കാൻ പേടില്ലാത്ത ജനത ഉണ്ടെങ്കിൽ, ഒരു നേതാവുണ്ടെങ്കിൽ, നിന്റെ നാട്ടിൽ കടന്നത് ഞാൻ മരിക്കും, നിന്റെ നാട്ടിൽ ഞാൻ എവിടേക്കും പോകില്ല. അയത്തുള്ള ഖമേനിക്കുണ്ടല്ലോ, വേണേ റഷ്യയിലേക്ക് പോകായിരുന്നു, പല രാജ്യത്തേക്കും പോകായിരുന്നു, സൈവാമായിരുന്നു. ചതിയിലൂടെ കൊന്നൊടുക്കിയ ഇസ്രായേലും അമേരിക്കയും. നിന്റെ പെട്ട നാട്ടിൽ, ഞാൻ ജനിച്ചു പറഞ്ഞ നാട്ടിൽ എനിക്ക് മരിക്കാമെന്ന് പറഞ്ഞ ആളാണ് അയത്തുള്ള ഖമേനി എന്ന് പറയുന്നത്. എന്താ മനസ്സിലാക്കാൻ, രണ്ടും വ്യത്യാസമാണ്. ഓർക്ക് മരിക്കാൻ പേടിയാണ്, ഇവരെ സംബന്ധം മരിക്കാൻ പേടിയില്ല. സംഭവം എന്താ അറിയോ, ഈമാൻ എന്ന സംഗതി ഉണ്ട്. ആരെ പേടിപ്പിക്കാൻ നോക്കിയാൽ ഇറാനെ പേടിപ്പിക്കാൻ നോക്കണ്ട, നടക്കില്ല. ഒരാള് പോലും ഒരു ഇഞ്ച് പോലും ബേക്കോട്ട് പോവില്ല, മുമ്പോട്ട് മാത്രമേ ഉള്ളൂ. മരിക്കാൻ പേടിയില്ല എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചും മരിക്കാൻ പേടിക്കാം. അവരെ സംബന്ധിച്ച് ഓർക്ക് ഒരു വർഷങ്ങളായിട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന കാര്യങ്ങൾ, വർഷങ്ങളായിട്ട് ഓർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഓർ ഇത്രയും കാലം എന്താ അറിയോ പൊന്ന് ഒരുക്കും പോലെ ഉരുക്കിയെടുത്തത് അവരെ മിസൈലുകളും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊല്ലുന്ന ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ രൂപത്തിൽ നടക്കും, എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പറയാൻ കൂടി പറ്റില്ല. കാരണം പറയുന്നത് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ നമ്മൾ പേടിച്ചേ പറ്റൂ. കാരണം അറിയോ, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. വാളെടുത്താൽ വാളാൽ തന്നെയാണ്. എന്നാൽ മനസ്സിലാക്കാൻ കാരണം എന്താ അറിയോ, ട്രംപിനെ ശരിക്കും എന്താ അറിയോ പേടിയാകുന്നുണ്ട്, നല്ല ഭയമുണ്ട്. ഇന്നെ തീർത്ത് കളിയോന്നുള്ളത്. കാരണം അറിയോ, ഇവിടുന്ന് പോയി കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ചിട്ടാണ്. ആ ഒരു പേടി നല്ലതാണ്. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് തിരിച്ചു കിട്ടും. ഒരു സംശയം കാര്യത്തിൽ വേണം. എന്ത് ചെയ്താലും തിരിച്ച് നമുക്ക് കിട്ടുന്ന ബോധം എല്ലാവർക്കും ഒരു ഓർമ്മയിൽ നിൽക്കട്ടെ. എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കട്ടെ. താങ്ക് യു വെരി മച്ച്.